നിങ്ങൾ ജയിച്ചാൽ നിങ്ങൾ ഈ വാർഡിന് വേണ്ടി എന്ത് ചെയ്യും? പാർട്ട് 2. കൈനേരി പഞ്ചായത്തിലെ 3ാമത്തെ വാർഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ LDF, BJP, UDF സ്ഥാനാർത്ഥിയോടുള്ള ചോദ്യമാണ്. കൈനേരി പഞ്ചായത്തിലെ 3ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി. എൻ്റെ പേര് KA പ്രമോദ്. ഞാൻ 3ാം വാർഡിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ മത്സരിക്കുകയാണ്. എൻ്റെ ഒരു ജീവിതം ഈ നാട്ടിൻപുറത്ത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതൊരാൾക്കും ഏതൊരു സമയത്തും സമീപിക്കാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ എന്നെൻ്റെ പൊതുപ്രവർത്തനം കൊണ്ട് തെളിയിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ എൻ്റെ നിലപാടുകൾ, എൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള പ്രവർത്തനം ഇതെല്ലാം വളരെ ചെറുപ്പം മുതൽ ആരംഭിച്ചതാണെന്നും അതെന്താണെന്നും ഈ നാട്ടിൻപുറത്ത് ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഇത്തവണ മത്സരിക്കുന്ന 3ാം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വൻ മുന്നേറ്റം നടത്താൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അരിവാളും ചുറ്റിയും നക്ഷത്രമാണ് എൻ്റെ അടയാളം. ഞങ്ങളുടെ ചോദ്യത്താണ്, കൈനേരി 3ാം വാർഡിൽ ജയിച്ചാൽ എന്ത് ചെയ്യും? കഴിഞ്ഞ 10 വർഷമായിട്ട് ചില രാഷ്ട്രീയ പരീക്ഷണങ്ങൾക്ക് വിധേയമായി വികസന മുരടിപ്പ് നേരിട്ട ഒരു വാർഡാണ് ഈ വാർഡ്. ഇത് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. വികസനം എന്ന് പറയുന്ന സങ്കല്പത്തിന് വേണ്ടി ഒത്തുകൂടിയ ഒരു പറ്റം ആളുകൾ വഞ്ചിക്കപ്പെട്ട ഒരു വാർഡാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വികസനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. 3ാം വാർഡ് ഈ കുട്ടമംഗലത്തെ കൈനേരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാർഡാക്കി മാറ്റാൻ ഉള്ള പ്രവർത്തനമായിരിക്കും വരുന്ന 5 വർഷക്കാലം നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലായിടത്തും റോഡ് കണക്ടിവിറ്റിയുള്ള, എല്ലായിടത്തും കുടിവെള്ളം സുലഭമായി കിട്ടുന്ന, എല്ലാ വീട്ടിലും കുടിവെള്ളം അവരുടെ വീടുകളിൽ എത്തിക്കുന്ന ഒരു പ്രവർത്തനം അധികം താമസമില്ലാതെ തന്നെ ചെയ്യും എന്ന് ഈ വാർഡിലുള്ള ജനങ്ങൾക്ക് ഞാൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടുത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പ്രയത്നിക്കും. ഞാൻ ഈ നമ്മുടെ ആരോഗ്യരംഗത്തുള്ള ഇവിടുത്തെ കുട്ടമംഗലം സബ് സെൻറ്റർ അതിൻ്റെ ശോച്യാവസ്ഥ പരിഹരിക്കും എന്നുള്ള കാര്യം വളരെ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഈ നാട്ടിലെ ഈ 3ാം വാർഡ് കുട്ടമംഗലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസനത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാക്കി മാറ്റാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യും. ഇവിടുത്തെ യുവജനങ്ങളെ, ഇവിടുത്തെ യുവാക്കളെ, ഇവിടുത്തെ വിദ്യാർത്ഥികളെ, ഇവിടുത്തെ കുടുംബശ്രീ സംവിധാനത്തെ അടക്കം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നാടിൻ്റെ സമഗ്രമായ മുന്നേറ്റത്തിന് പാതയൊരുക്കും. അതുകൊണ്ട് എല്ലാവരും അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വളരെ സ്ഥിരതയുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന എന്നോടൊപ്പം അണിനിരക്കണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. BJP സ്ഥാനാർത്ഥി. എൻ്റെ പേര് PR മനോജ്. ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ 3ാം വാർഡ് സ്ഥാനാർത്ഥിയാണ്. കൈനേരി പഞ്ചായത്തിലെ 3ാം വാർഡിൽ നിങ്ങൾ ജയിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? നമുക്കറിയാം, കൈനേരി പഞ്ചായത്തിൻ്റെ 3ാം വാർഡ് ഏറ്റവും വലിയ രൂക്ഷമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കുടിക്കുവാൻ വെള്ളമില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 45 വർഷമായി ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന 2 മുന്നണികൾക്കും പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരിറ്റ് കുടിവെള്ളം പോലും കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയാണുള്ളത്. അപ്പോൾ കുടിവെള്ളമാണ് 3ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു വിഷയമായിട്ട് ജനങ്ങളെ നമ്മൾ സമീപിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കിയത്. കേന്ദ്ര സർക്കാരിൻ്റെ ജൽജീവൻ പദ്ധതിയിലൂടെ കോടാനുകോടി രൂപ രാജ്യം സംസ്ഥാനങ്ങൾക്ക് നൽകുന്നുണ്ട്. ആ ജൽജീവൻ പദ്ധതി ഈ കൈനേരി പഞ്ചായത്തിൽ അട്ടിമറിച്ചതിലൂടെയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാതിരിക്കുന്നത്. മറ്റ് പദ്ധതികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ നടപടികൾ ഇവിടുന്ന് ഗ്രാമീണ റോഡുകളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ആറ്റുതീരത്ത് കൂടിയുള്ള കോൺക്രീറ്റ് റോഡ് കഴിഞ്ഞാൽ ബാക്കിയുള്ള റോഡുകൾക്ക് വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണ്. SNP സ്കൂളിലോട്ടൊക്കെ നമ്മുടെ കുട്ടികൾക്ക് നടന്നു പോകണമെന്നുണ്ടെങ്കിൽ നീന്തി കയറി പോകുന്നു. എത്രയോ കാലമായിട്ട് കുഞ്ഞുങ്ങളൊക്കെ നീന്തി കയറി പോകുന്നൊരവസ്ഥ. അതുപോലെ തന്നെ ഈ കൈനേരി പഞ്ചായത്തിൻ്റെ 3ാം വാർഡിൻ്റെ പല ഭാഗങ്ങളിലേക്കുള്ള റോഡുകൾ നമുക്ക് പരത്തോളൻ്റെ ജനലിലേക്ക് നടന്നു പോകാൻ പറ്റുന്നില്ല. പുതുറച്ചിറ വഴി നേരെ തെക്കോട്ട് നമുക്ക് സ്കൂളിലേക്കൊന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് ആറ്റുതീരത്ത് നിന്ന് അകത്തോട്ട് ഉള്ള പോക്കറ്റ് റോഡുകൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള സാധാരണക്കാർ താമസിക്കുന്ന പാവങ്ങൾക്ക് അവർക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഈ ഇടറോഡുകൾ മുഴുവൻ യാത്രയ്ക്ക് ചെയ്യുവാൻ കഴിയാത്ത തരത്തിലുള്ള അവസ്ഥയിലാണ്. നമ്മൾ കൃത്യമായിട്ടും ഭാരത് മാല പദ്ധതി, കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് മാല പദ്ധതിയുണ്ട്. ഭാരത് മാല പദ്ധതിയിലൂടെ ഇതുപോലെയുള്ള ഇടറോഡുകളെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് സാധാരണക്കാർക്ക് നടന്നു പോകുവാൻ കഴിയുന്ന തരത്തിലേക്കുള്ള റോഡുകൾ നിർമ്മിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഉറപ്പാണ്, BJPയുടെ ഉറപ്പാണ്, ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. അപ്പോൾ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അടുത്തതായി UDF സ്ഥാനാർത്ഥി. എൻ്റെ പേര് വിനോദ്. ഞാൻ കൈനേരി പഞ്ചായത്തിലെ 3ാം വാർഡിൽ നിന്ന് ജനവിധി തേടുകയാണ്. കൈനേരി പഞ്ചായത്ത് 3ാം വാർഡിൽ ജയിച്ചാൽ എന്ത് ചെയ്യും? 3ാം വാർഡിലെ അടിസ്ഥാന പ്രശ്നം കുടിവെള്ളമാണ്, അതുപോലെ തന്നെ നടപടികളാണ്.
കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണും. ഇപ്പോൾ എന്തായാലും ശരി, ജയിച്ചാൽ ആ ആഴ്ച തന്നെ നമ്മൾ വെള്ളത്തിലെത്തിച്ചാലും കൊടുക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ പ്രോസസ്സ് ഒരു കാരണവശാലും ഒരു മാസം പോലും കുടിവെള്ളത്തിന് വേണ്ടി ആൾക്കാർ വീട്ടിൽ നിന്ന് വെള്ളം എടുക്കാൻ പാത്രം എടുത്ത് പോകേണ്ടി വരില്ല. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ചുറ്റുബണ്ടുകളിൽ താമസിക്കുന്നതാണ്. അതുകൊണ്ട് പുറം ബണ്ട് അകം ബണ്ടും 2 തരം, അതായത് 5 മീറ്ററെങ്കിലും അകത്തിൽ അകത്തും പുറത്തും കല്ല് കെട്ടിയിട്ട് നടുക്ക് ട്രാക്ടർ റോഡുകൾ പോലെ, അതായത് നമ്മുടെ പാടശേഖരത്തിന് ചുറ്റും നമ്മുടെ വാർഡിൻ്റെ അവിടെ ഭാഗം കൃത്യമായിട്ട് കല്ലിടിഞ്ഞു പോകാത്ത രീതിയിൽ വണ്ടി ഓടി തന്നെ ഇപ്പോൾ നിങ്ങൾ അക്കരെ കാണുന്ന പോലെ അതേ രീതി തന്നെ ആക്കും. ഇതിന് മുമ്പും ഞാൻ നിന്നപ്പോൾ അതുപോലെ ചെയ്തിട്ടുണ്ട്. അവിടെ 5 അടി താഴ്ചയുള്ള സ്ഥലമാണ് ഞാൻ പൊക്കി 5 അടി പൊക്കത്തിലാക്കി അതിനുശേഷം 3 മീറ്റർ വീതിയിൽ വഴി ചെയ്തിരിക്കുന്നത്. ഇനിയും എൻ്റെ വാർഡിൽ ഞാൻ ഈ ഒരു 5 വർഷം എനിക്ക് തരികയാണെങ്കിൽ ഈ 5 വർഷത്തിനുള്ളിൽ തന്നെ ഈ വർക്കുകൾ മുഴുവൻ പൂർത്തീകരിക്കും. എല്ലാവർക്കും എല്ലാ വീട്ടിലും വാഹനം എത്തിച്ചേരുന്ന രീതിയാക്കും. പാലങ്ങൾ പണിയുന്നിടത്തൊക്കെ പാലങ്ങൾ പണിയും. താഴ്ന്നു നിൽക്കുന്ന പാലമാണെങ്കിൽ പൊളിച്ച് പുതിയത് പണിയാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു. നമ്മൾ UDF സ്ഥാനാർത്ഥിയുടെ വാർഡ് തല വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് എപ്പോഴാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന രാഹുലിനെ കണ്ടത്. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് നമുക്ക് തിരക്കാം. നിങ്ങൾ ജയിച്ചാൽ ഈ നാടിന് വേണ്ടി എന്ത് ചെയ്യും? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പുന്നപ്ര ഡിവിഷനിൽ നിന്ന് ഞാൻ മത്സരിക്കുകയാണ്. എൻ്റെ പേര് രാഹുൽ എന്നാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗമായി ജയിച്ചു വന്നാൽ നമ്മുടെ കാർഷിക മേഖലയായ കുട്ടനാട് ഉൾപ്പെടെ തീരദേശ മേഖല ഉൾപ്പെടെയുള്ള ഡിവിഷനാണ്. കാർഷിക മേഖലയ്ക്ക് LDF ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പദ്ധതികൾ ഉൾപ്പെടെ കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ നമ്മുടെ പുറംബണ്ട് നിർമ്മാണം, അതുപോലെ തന്നെ കൂടിയ വിത്തിനങ്ങൾ, നല്ല വിത്തിനങ്ങൾ കർഷകർക്ക് നൽകുക, അതുപോലെ 2 വിള കൃഷി ചെയ്യുന്നതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുക. ടൂറിസം മേഖലയിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ പദ്ധതികൾ, നമുക്ക് ടൂറിസം മേഖലയിൽ വരുമാനം കിട്ടുന്ന നിലയിൽ സാധാരണ ജനങ്ങൾക്ക് അവർക്ക് സംരംഭങ്ങൾ തുടങ്ങുന്നതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ, നല്ല റോഡുകൾ, അതുപോലെ പാലങ്ങൾ, വഴികൾ, ഇതെല്ലാം നല്ല രീതിയിൽ സഞ്ചാരയോഗ്യമാക്കുന്നതിനാവശ്യമായ പദ്ധതികളും പ്രവർത്തനങ്ങളും ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഏറ്റെടുക്കുമെന്നാണ് പ്രധാനമായും പറയാനുള്ളത്. അപ്പം എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അപ്പോൾ ഈ കേട്ടതൊക്കെയാണ് ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല വീഡിയോകൾക്കായി ദി ലൈഫ് ഓഫ് SK എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. ശരി എന്നാൽ ടാറ്റ, ബൈ ബൈ.